നമസ്കാരം, കുട്ടികൾക്കും സുമസാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മെട്രിക്സിനുള്ളിലെ ഒരു നല്ല ക്വസ്റ്റൻ ആണ് എൻട്രൻസിന് വേണ്ടി എടുത്തേക്കുന്നത്. ഇതേപോലെയുള്ള ക്വസ്റ്റൻസുകൾ എക്സാമിന് വരും. വളരെ ഈസി ആയിട്ടുള്ളതും വരും, ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും വരും, ഇച്ചിരി നല്ല ടഫ് ആയിട്ടുള്ളതും വരും, എല്ലാ ടൈപ്പും വരും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി അത്ര ഈസി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്ര ടഫ് ഒന്നും അല്ല, വലിയ ബുദ്ധിമുട്ടെന്നുള്ളതല്ല. നിങ്ങൾക്കൊന്ന് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കിയാൽ a = 0 to 3 - 4 ka = 0 3a 2b 24. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം, എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എയും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്നുമാണ് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ, എ എത്ര, ബി എത്ര, കെ എത്ര, ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ചെയ്യുന്ന രണ്ട് വഴികളുണ്ട്. ഞാൻ ഒരു വഴി ഒന്ന് പരിചയപ്പെടുത്താം, അത് മതിയായിരിക്കും. നോക്കാം. ഇവിടെ കെ എ അവർ തന്നിട്ടുണ്ടല്ലോ, കെ എന്ന് പറയുന്ന നമ്പറാണ്, സ്കേലാർ. അപ്പൊ കെ ഇൻറ്റു എ അവർ തന്നിട്ടുണ്ട്. നമ്മൾ കെ ഇൻറ്റു എ ഞാൻ അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പോകണേ. ഇത് എ ആണല്ലോ. അപ്പൊ കെ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു 0 2 3 - 4 is equal to k അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ k ഇൻറ്റു 0 എത്ര മനെ 0, k ഇൻറ്റു 2 2k, k ഇൻറ്റു 3 3k, k ഇൻറ്റു -4 -4k. ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ കെ ഇൻറ്റു എ ഇതാണ്, അവർക്ക് കിട്ടിയ കെ ഇൻറ്റു അവർ തന്ന കെ ഇൻറ്റു എ ഇതാണ്. അപ്പൊ രണ്ടും ഒരേപോലെ ഒരേ ആൾക്കാരാ. അപ്പൊ ഇക്വേറ്റ് ചെയ്യാം. ഏതൊക്കെയാ? അവർ തന്ന കെ ഇൻറ്റു എയും നമുക്ക് കിട്ടിയ കെ ഇൻറ്റു എയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഒരേ ക്വസ്റ്റനിൽ തന്നെ കെ ഇൻറ്റു എ രണ്ട് തവണ കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ട് വീക്കിലായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 0 3a 2b 24. നമുക്ക് ഇവിടെ കിട്ടിയ 0 2k 3k -4k. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് കെ കിട്ടാനുള്ള വഴിയുണ്ട്. നമ്മുടെ കറസ്പോണ്ടിങ് എലിമെന്റ്സിലേക്ക് വരുന്നുണ്ട്. ഇവരെ തമ്മിൽ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? -4k = 24. -4k = 24. k = 24 / -4. ആൻസർ ഈസ് ആരെ കിട്ടി? -6 കിട്ടി അല്ലേ? കെയുടെ വാല്യൂ -6. അപ്പൊ കെയുടെ വാല്യൂ -6 ആകാൻ വേണ്ടി ഇത് രണ്ടിൽ ഏതെങ്കിലും, അപ്പൊ ഇത് രണ്ടും അല്ല എന്നർത്ഥം. കെ എ ബി എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ ആദ്യം പറഞ്ഞ കെയുടെ വാല്യൂ -6 കിട്ടി. ഇവിടെ -6 അല്ല, ഇത് രണ്ടും ആയിരിക്കും. അപ്പൊ ഇനി ഏതെങ്കിലും ചാൻസ് ഇത് രണ്ടും അല്ലെന്ന് ഒഴിവായി. ഓക്കെ, അവർ രണ്ടുപേരും നമുക്ക് കളയാം കേട്ടോ. അവർ രണ്ടുപേരും അല്ല. കെയുടെ വാല്യൂ -6 കിട്ടി. ഇത് നമുക്ക് അടുത്ത ഇക്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 3a = 2k implies 3a = 2 into k ക്ക് എത്ര കിട്ടിയത്? -6. ദാറ്റ് ഈസ് 3 കൊണ്ട് 6നെ കട്ട് ചെയ്ത 2 ആണ്. therefore a is equal to -4. 2 into -2 -4. അപ്പൊ നോക്കിക്കേ, എയുടെ വാല്യൂ -4 കിട്ടി. ഇവിടെയും -4 ഇവിടെയും -4. അപ്പൊ അപ്പോഴും ഏതാന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറ്റത്തില്ല. രണ്ടിടത്തും ഇപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയും ഒരെണ്ണം +9 മറ്റേ -9. അപ്പൊ അടുത്തൂടെ കണ്ടുപിടിക്കണം. അടുത്ത എലമെന്റ്സ് 2b = 3k. 2b is equal to 3k implies 2b is equal to 3 into k എത്രയായിരുന്നു മോനെ? -6 അല്ലേ? 2 കൊണ്ട് -6നെ കട്ടുമ്പോൾ ഇവിടെ ഒരു -3 വരത്തില്ലയോ അല്ലേ? 2 കൊണ്ട് 6നെ കട്ട് ചെയ്ത് 3 -1 ഉണ്ട്. അപ്പൊ 3 into -3 ആൻസർ ഈസ് -9 വരും കേട്ടോ. -9 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നെ കണ്ടുപിടിച്ച് ചെയ്യേണ്ട ഒരു കഴിവ് വേണം. അതാണ് ഇവിടെ ആദ്യം ഇയാളെ തന്നെ ഇക്വേറ്റ് ചെയ്യാൻ തോന്നണം. ഇവിടെ കണ്ടോ, ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. ഇത് -4, ഇത് 24. -4 into ഏത് നമ്പർ ആണ് 24 ആവുന്നത്? -6 ശരിയല്ല? -4 into -6 അല്ലേ +24. അപ്പോഴേ നമ്മുടെ വാല്യൂ കിട്ടി. കെയുടെ വാല്യൂ എത്ര കിട്ടി മോനെ? -6. ഞാൻ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല ക്വസ്റ്റൻ ആണ്. നമ്മുടെ പിന്നെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്. താഴെ നമ്മുടെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. മാത്സിന് പ്രത്യേകം പാക്കേജ് ഉണ്ട്. ഓക്കെ, ഗുഡ് ബൈ.